13ാമത്തെ എപ്പിസോഡ് തുടക്കത്തിൽ നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന അസ്ലിയെ തട്ടി വിളിക്കുകയാണ് മുസയാനം. എന്തുപറ്റി ആർക്കറിയാം. ഇത് കണ്ട വേഗം ടെൻഷനായി ആദിഷ് വേഗം അസ്ലിയെ എടുത്തുകൊണ്ട് ഓടി. മുസയാനവും മർജാനും കൂടെ തന്നെ ഉണ്ട്. അസ്ലിക്ക് വയ്യാതായതറിഞ്ഞ് സെഹ്റ ഒരുപാട് വിഷമിക്കുകയാണ്. ഇത് കണ്ട് ബിന്നാസ് അവളെ സമാധാനിപ്പിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? പെട്ടെന്ന് വീണതാണ്, ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. നീ പേടിക്കാതിരിക്കുക, അവൾക്കൊന്നും പറ്റില്ല. മുസയാനും ആകെ വിഷമത്തിലാണ്. ഈ സമയം നെർമിൻ ആ ബാഗ് അന്വേഷിച്ച് നേരെ കിച്ചണിൽ ചെന്നു. ഏത്? മർജാന്റെ ബാഗ് തന്നെ. അത് അവിടെയും കാണാത്തതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് നെർമിൻ സമാധാനിച്ചു. നീ എന്തെവിടെ ചെയ്യുന്നേ? ഓ, ഞാനിവിടെ വെറുതെ അടുക്കള കാണാൻ വന്നതാ. അടുക്കള കണ്ടിട്ട് കുറച്ച് നാളായില്ലേ. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ നീ ഇവിടെ വന്ന് പിള്ളേര് കളിക്കുക. എന്ത് പ്രശ്നം? ആ പെണ്ണുമ്പള്ളിക്ക് അത് തന്നെ വേണം. എന്തൊക്കെയായിരുന്നു? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മർജാൻ അവിടെ? ആ പെണ്ണിന് പിന്നെ ഒരു വകതിരിവും ഇല്ലല്ലോ. ദേ ആദിഷിന്റെ പുറകെ പോയിട്ടുണ്ട് അസ്ലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. എന്താ കാര്യം? കമ്പനിയിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ സമയം ഹോസ്പിറ്റലിൽ മുസയാന ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആദേശം ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആദേശിന് ഇങ്ങനൊരവസ്ഥയിൽ മർജാനും ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. നീ ഒന്ന് ക്ഷമിക്ക്, അസ്ലിക്ക് ഒരു കുഴപ്പം വരില്ല. അവൾ ചെറുപ്പമല്ലേ. തന്നെയല്ല, നമ്മൾ എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ. നിന്നെ ഇത്രയും ദ്രോഹിച്ചിട്ടും നീ എന്തിനാ അസ്ലിയെ ഓർത്ത് വിഷമിക്കുന്നേ? ഇനി ഇത് നിന്റെ പുതിയ ഗെയിമാണോ? മർജാൻ പറഞ്ഞത് കേട്ട് ആദിഷ് മനസ്സിലോർത്തു. അസ്ലി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. പെട്ടെന്നാണ് അസ്ലിക്ക് വയ്യ എന്നറിഞ്ഞ് ജമാൽ അങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുന്നത്. അവൻ്റെ ടെൻഷൻ കണ്ട് ആദിഷ് അവനെ സമാധാനിപ്പിക്കുന്നു. നിങ്ങൾ അസ്ലിയുടെ റിലേറ്റീവ് ആണോ? അവളുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. നിങ്ങൾ ടെൻഷൻ ആവണ്ട, പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ അവൾ ഓക്കെയാണ്. റിസൾട്ട് വന്നിട്ടേ ബാക്കി കാര്യം പറയാൻ പറ്റൂ. ഇത് കേട്ട് സമാധാനിച്ചിരിക്കുമ്പോഴാണ് മുസയാനം പുറകെ നിൽക്കുന്ന മർജാനെ കണ്ടത്. അവളെ കണ്ടപ്പോൾ തന്നെ തലേ ദിവസം മുറാത്തിന്റെ റൂമിൽ നടന്ന കയ്യാങ്കളി അവൾ ഓർത്തു. നീ എന്തിനവിടെ നിൽക്കുന്നേ? അമ്മ എന്തായി ചെയ്യുന്നേ? ഇതൊരു ഹോസ്പിറ്റലാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ പറയുന്ന ഒന്നും കൂട്ടാക്കാതെ മുസയാൻ അവളെ പിടിച്ച് തള്ളി. നീ ഇവിടുന്ന് പോയിക്കോ, അമ്മ കുറച്ച് ടെൻഷനില്ല. ഞാൻ ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. അതിനെന്തിനാ അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? അത് വിട്, നീ നടക്ക്. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ വന്നതാ. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടായാലോ എന്നോർത്തു. സാരമില്ല, നീ പോയിക്കോ. ഡോക്ടർ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ലാന്ന് എന്ന് പറഞ്ഞ് ആദേശ് ഡോക്ടറിനോട് സംസാരിക്കാൻ പോയ സമയം നോക്കി മർജാൻ ആ ഓർഫണേജിലെ സ്റ്റാഫിന്റെ അഡ്രസ് ബാഗിൽ നിന്ന് എടുത്തു. അസ്ലിക്ക് വിഷം ഉള്ളിൽ ചെന്നതാണെന്നറിഞ്ഞ് ബിന്നാസും ടെൻഷനാവുന്നു. മുസയാനതിന്റെ സ്വഭാവത്തിന് ഇത് അവരുടെ നെഞ്ചത്ത് കൊണ്ടിടാനും ചാൻസ് ഉണ്ടെന്ന് അവർക്കറിയാലോ. ഇതിനു പുറകെ സെഹ്റ വന്നവരെ ചോദ്യം ചെയ്യുന്നു. നീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആദേശ് എന്ന പേര് മാത്രം പിടികിട്ടുന്നില്ല. അതെന്താ? അവിടെ തന്നെയാണല്ലോ അവൻ വളർന്നത്. ഇനി വേറെ പേര് വല്ലതായിരുന്നോ? ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞതാ. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് അവനെ. ഞങ്ങളുടെ ഓർഫണേജിലെ ഏറ്റവും കുരുത്തക്കെട്ട പയ്യനായിരുന്നു അവൻ. ഇതാ നോക്ക്, ഇതിലുണ്ടവൻ. പക്ഷെ അയാൾ കാണിക്കുന്ന ഫോട്ടോ നേരത്തെ മർജാന്റെ കയ്യിലിരുന്ന ഫോട്ടോ തന്നെയാണ്. ശരിക്കും ഈ ഇരിക്കുന്ന ആൾക്ക് നേരത്തെ തന്നെ ഫോട്ടോയും കാശും കൊടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത ജമാൽ തന്നെയാണ്. ഈ സമയം കമ്പനിയിൽ യസാർ പാത്തും പതുങ്ങിയും സാഹിദയുടെ ടേബിളിൽ ചെന്ന് ആ ഫയൽസിന്റെ ഫോട്ടോസ് എടുത്ത് അയക്കുകയാണ്. എന്നിട്ട് സാഹിദ വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ യസാർ അവിടെ നിന്നു. ഈ സമയം മർജാനാണെങ്കിൽ വന്ന കാര്യം മുഴുവൻ പാളി ടാക്സി നോക്കി വഴി നിൽക്കുമ്പോഴാണ് നസറിന്റെ വരവ്. അവൻ വന്ന പാടെ എപ്പോഴത്തേം പോലെ മർജാനോട് സോറി പറയുന്നു. ശരി, നിന്നോട് ക്ഷമിക്കാം, പക്ഷെ ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ കൈ ഒഴിയുമ്പോൾ അവൻ കരഞ്ഞു കാലു പിടിച്ച് മർജാൻ അവന്റെ കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നു. വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും ഇനി ഇവിടെ നിന്ന് ഇവിടെ പെട്ടുപോകുന്ന അറിയാവുന്നതുകൊണ്ട് മർജാൻ ഉടനെ ചാടി വണ്ടി കയറി. ആദിഷ് അസ്ലിയുമായി വീട്ടിലേക്ക് വന്ന സെയിം ടൈമിൽ തന്നെയാണ് നസറിന്റെ കാറിൽ മർജാൻ വന്നിറങ്ങുന്നത്. മർജാന്റെയും നസറിന്റെയും കൊച്ചു വർത്താനം കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ച് ആദിഷ് തൊട്ടിപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട്. നിനക്കെന്താ അവൻ്റെ കൂടെ പരിപാടി? അവരെ ടാക്സി നോക്കി നിന്നപ്പോൾ വഴിയിൽ നിന്ന് കണ്ടതാണ്. നിന്നോട് ഞാൻ പറഞ്ഞല്ല അവൻ്റെ കൂടെ നിന്നെ കണ്ടേക്കരുതെന്ന്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാനുള്ള അവകാശം ജന്മനാ ഉണ്ട്. ഏതായാലും നിന്റെ കൺസേൺ ഒരുപാട് നന്ദി. ഫ്രണ്ട്സോ? എന്ത് ഫ്രണ്ട്സ്? നീ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തൽക്കാലം നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും വേണ്ട. അതെന്താ? വെറുതെ നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. നിനക്കിങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ ഓർഡേഴ്സ് എടുക്കാൻ വലിയ ഇഷ്ടമാണല്ലേ. ഇനി നിന്നെ അവൻ്റെ കൂടെ ഞാൻ അറിയാതെ എങ്ങാനും കണ്ടാ ഞാൻ പിന്നെയും പറയാം, നിന്റെ അടിമയല്ല ഞാൻ. നിന്റെ ലാസ്റ്റ് നെയിം ഖറാൻ എന്നായിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാവും. ഈ സമയം ജമാൽ അസ്ലിയുടെ കൂടെ തന്നെ ഉണ്ട്. അവളുടെ ഈ വയ്യാതെയുള്ള കിടപ്പ് അവനെ ഒരുപാട് വിഷമിപ്പിക്കുന്നു.
യെസാർ അയച്ച ഡോക്യുമെന്റ് കൃത്യമായി ഹൈദറിന് കിട്ടി. ഇത് കണ്ട് പകുതി ആശ്വാസമായ ഹൈദർ വീണ്ടും മർജാനെ അന്വേഷിക്കുന്നു. ഈ സമയം തന്റെ അടുത്ത കൊലക്കാരായ ബാഗ് അവിടെ ഇരിക്കുന്ന കസാരയിൽ തൂക്കി മർജാൻ അടുക്കളയിലേക്ക് പോയി. ഇതേ സമയം തന്നെയാണ് ആദേശ് അങ്ങോട്ട് വരുന്നത്. സെഹ്റ എവിടെ? ഞാൻ കണ്ടില്ല. സ്റ്റഡി റൂമിൽ 1 മണിക്കൂറിനുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് വന്നേക്കണം. അസ്ലിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചോ? അവളെ ഉറങ്ങാണ്. റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴാണ് ഒരു ജ്യൂസ് കുപ്പി തുറക്കാൻ കിടന്ന പാടുവിടുന്ന മർജാനെ അവൻ ശ്രദ്ധിച്ചത്. ഇങ്ങിതാ, ഞാൻ തുറന്നു തരാം. വേണ്ട, എനിക്കറിയാൻ തുറക്കാൻ. ഇങ്ങി തരാൻ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് 2 കൈയുണ്ട്, ഞാൻ തുറന്നോളാം. ഇത് പറഞ്ഞ് 2 പേരും കൂടി ആ കുപ്പിക്ക് അവിടെ നിന്ന് പിടിവലിയായി. അവസാനം പ്രതീക്ഷിച്ച പോലെ തന്നെ അത് താഴെ വീണ് പൊട്ടിച്ചപ്പോ 2ന് സമാധാനം കിട്ടി. അടുത്തതായി തറയിൽ വീണ് കിടക്കുന്ന ചില്ല് പെറുക്കാനായി അടുത്തയടി. മര്യാദയ്ക്ക് മർജാൻ മാറാൻ പറഞ്ഞിട്ട് മാറാതെ ആ ചില്ല് അവന്റെ കൈ തന്നെ കുത്തിക്കയറി. കണ്ണിച്ചോരയില്ലെങ്കിലും കൈ ചോരയുണ്ടല്ലോ, വാ ഞാൻ മരുന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞ് അവൾ തന്നെ മുൻകൈ എടുത്ത് അവന്റെ കയ്യിൽ മരുന്നൊക്കെ വെച്ചു കൊടുത്തു. മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ കൂടുതൽ നേരം നിൽക്കാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങി അവൻ. ഫ്രിഡ്ജിൽ നിന്നൊരു ബോട്ടിലെടുത്ത് അത് തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് പോയി. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മർജാൻ. ഓ, അപ്പൊ വേണമെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പെരുമാറാനും കുട്ടിക്ക് അറിയാം. 1 മണിക്കൂറെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ വന്ന് മർജാൻ തന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. പതിവ് പോലെ ആദേശ് കൃത്യമായി കൈയോടെ തന്നെ പിടിച്ചു. നീ എന്താ ഇവിടെ? അത് നീ മീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വന്നതാ. മീറ്റിംഗ് പറഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞല്ലേ? ഓ, അത് നീ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഓ സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ, 1 മണിക്കൂർ കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞവൾ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ അവൻ ഫ്രണ്ടിൽ കയറി നിന്നു. മീറ്റിംഗ് ഇവിടെ വെച്ചല്ലല്ലോ പറഞ്ഞിരുന്നത്. എന്തായിരുന്നു മോളിവിടെ പരിപാടി? സ്റ്റഡി റൂമിൽ വെച്ചല്ലേ മീറ്റിംഗ് പറഞ്ഞത്? ഇതാണോ സ്റ്റഡി റൂം? അതെന്താ, ഈ മുറി കൊള്ളാലോ, ബുക്സ് ഒക്കെ ഉണ്ട്. ഇന്നു മുതൽ ഇതും സ്റ്റഡി റൂം തന്നെയാണ്. താങ്കളുടെ ഈ കോടീശ്വരം പരിപാടി കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. കള്ളം പറയാൻ മോൾ ഇനിയും കുറെ പഠിക്കാനുണ്ട്. ഇവന്റെ ഈ ചോദ്യം ചെയ്യൽ സഹിക്കാൻ വയ്യാതെ മർജാൻ അവിടെ നിന്ന് മാറി. നോക്ക്, നിന്നെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. നീ ഒന്നിനും ഉത്തരം തരുന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഓ അത് ശരി, എന്നാ ഞാൻ നിനക്കൊരു ജോലി തരാം. വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ എടുത്താൽ പൊങ്ങാത്തത്ര വർക്കുണ്ട്. ഇനി നീ കൂടി സഹായിക്കണമെന്നില്ല. നീ എങ്ങനെ തലയും കുത്തി നിന്ന് ശ്രമിച്ചാലും എന്നെ പറ്റി ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷെ നിന്റെ ഈ പരിപാടിയൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങിയ അവളെ 1 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റഡി റൂം എന്നവൻ ഓർപ്പിക്കുന്നു. നീ എന്നെ ഒന്ന് ഉറക്ക വിളിച്ചാൽ മതി, ചിലപ്പോൾ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാലോ. അടുത്ത സീനിൽ ഹൈദർ സാഹിനെ വിളിച്ച് കുറച്ചുകൂടി ടൈം ചോദിച്ചു. പുള്ളി ഇപ്പോഴും ടെൻഷനിലാണ്, ഇതെങ്ങനെ മർജാനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്നോർത്ത്. ഇതേ സമയം മർജാൻ റൂമിൽ കയറി വരുമ്പോൾ അത് ഷർട്ടില്ലാതെ നിൽക്കുന്നു. പിന്നെ നമ്മൾ പണ്ടേ ഡീസൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു വന്നു. പോരാ തന്നെ ഒരു സോറിയും പറഞ്ഞു. കിളി പോയി നിൽക്കുന്ന മർജാനെ കണ്ട് ഒന്ന് ചൊറിയാൻ വേണ്ടി ആദേശ് പറഞ്ഞു, എന്തു പറ്റി, ഇംപ്രസ് ആയോ നീ? ഇവനെന്തേ പറയുന്നത്? ഇതേ സമയം തന്നെയാണ് മർജാന്റെ തൊട്ടടുത്ത് നിന്ന് ആദേശിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ നൈസായിട്ട് മർജാന്റെ അടുത്ത് നിന്ന് അതെടുത്തോണ്ട് പോയി. ആദേശ്, ഹൈദർ ഡീൽ നോക്കി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ലാഗ് എടുപ്പിക്കും അങ്ങേര്. അതെന്താന്ന് മാത്രം അറിയില്ല. പൈസയുടെ കാര്യമല്ലേ സാർ, ഉറപ്പായിട്ടും ഡബിൾ ഓക്കെ പറയും. വെയിറ്റ് ചെയ്യ്. ഒരുക്കൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങിന് വന്ന ആദേശ് കിളി പോയോണ്ടിരിക്കുന്ന മർജാനെ വെറുതെ ഇട്ട് ടീസ് ചെയ്യാണ്. പെട്ടെന്ന് ടെൻഷനായി എന്തൊക്കെയോ വായിൽ വന്നത് പറഞ്ഞ് കൊണ്ടുവന്ന ഫയൽസൊക്കെ നിലത്തിട്ടുരുട്ടി അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവൾ പെട്ടെന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ ഫ്രണ്ടിൽ കയറി നിന്നു. എന്തോ അന്വേഷിക്കുകയായിരുന്നു പറഞ്ഞില്ലേ, കണ്ടുപിടിച്ചോ? അത് ഇതുവരെ ഇല്ല, പക്ഷെ ഉടനെ കണ്ടുപിടിക്കും. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അടുത്ത സീനിൽ നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെ പോലെ മുസൈന അസ്ലിയുടെ വായിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡ് കുത്തി തിരികെ കൊടുക്കുകയാണ്. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നോ? ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് അസ്ലി നിനക്ക്? നമുക്കൊന്ന് ഗാർഡനിൽ പോയാലോ? എനിക്കിവിടെ നിന്ന് മടുത്തു. ഇത് കേട്ട് ജമാൽ അവളെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആദേശിന് നേരെ കൈനീട്ടി. അങ്ങനെ വെറുതെ സംസാരിച്ച് സന്തോഷമായി നടക്കുമ്പോഴാണ് ജമാൽ അഹമ്മദ് സാർ മർജാനെ കണ്ട കാര്യവും അവൾ ഇനി ആ പഴയ പ്ലാൻ പൊക്കിക്കൊണ്ട് വരില്ല എന്ന് പറഞ്ഞതും പറയുന്നു. ആ പെണ്ണിനെ പറ്റി ഒന്നും മിണ്ടാതിരിക്കാമോ? പറഞ്ഞ നാക്ക് വായിലോട്ടിട്ടില്ല. 100 ആയിസ ദേ നിൽക്കുന്നു. ആദേശ് വളരെ കാര്യമായി അസ്ലിയെ നോക്കുന്നത് കണ്ട് മർജാൻ അവന്റെ സ്വഭാവത്തെ പറ്റി കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന ആദേശ്
അവളെ നോക്കുന്നത് കണ്ട് അസ്ലിക്ക് എവിടുന്നോ ഒരു വയറുവേദന വന്നു. നീ ഓക്കെ ആണോ? അതിന് മറുപടി കൊടുക്കാതെ അസ്ലി ആദേശിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മർജാൻ അവിടെ നിൽക്കുന്നത് കണ്ട് അസ്ലി ആദേശ് ജമാലിന്റെ കൈ കൊടുത്ത് മർജാന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പം നിനക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ടല്ലേ? എൻ്റെ ചേട്ടൻ മരിച്ചപ്പോൾ നീ ഞങ്ങളോട് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ കരുതി നിനക്കതൊന്നും ഇല്ലായിരിക്കുമെന്ന്. ഇന്ന് ഞാൻ ആദ്യമായി കണ്ടു ഇതിനകത്ത് ശരിക്കൊരു മനസ്സുണ്ടെന്ന്. എനിക്കൊരു ഹാർട്ടുണ്ട്, പക്ഷെ ഇൻകംപ്ലീറ്റ് ആണെന്ന് മാത്രം. ശരി പോ, നീ നിന്റെ കാര്യം നോക്ക്. ഇൻകംപ്ലീറ്റ് ഹാർട്ടോ? അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഈ സമയം അസ്ലിയുടെ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഡോക്ടർ ആദേശിനെ വിളിക്കുന്നു. കോള് കട്ടിയ ശേഷം ആദേശ് വാതിൽ വലിച്ചു തുറന്ന് നേരെ ഹൈദറിന്റെ കോളറിന് കുത്തിപ്പിടിച്ചു. നീ അസ്ലിക്ക് എലിവശം കൊടുക്കുമല്ലേടാ? ഞാനൊന്നുമല്ല. മര്യാദയ്ക്ക് പറഞ്ഞു നിങ്ങളിൽ ആരാ അത് ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് ആദേശ് ഹൈദറിനെ തള്ളുമ്പോൾ പെട്ടെന്ന് അയാളെ ചെയറിൽ തട്ടി മെർജാന്റെ ബാഗ് നിലത്ത് വീണു. കൂടെ ആ വിഷക്കുപ്പി. ആ ബാഗ് കണ്ടപാടെ അത് മെർജാന്റെ ആണെന്ന് ആദേശിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പം നീയായിരുന്നല്ലേ അത്? ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന് ഓർത്ത് അന്തം വിട്ടു നിൽക്കുന്ന മെർജാനെയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന നർമനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് RJ അനുകുട്ടി.